നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇലയ്ക്കും ഉള്ളിലും കേടില്ലാതെ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയും. പറയേ, രാത്രി 2 മണിവരെ പാർവതി എവിടെയായിരുന്നു? ഇതൊന്നും ആരോടും പറയില്ലെന്ന് കൈലാസ് സാറും പ്രിയൻ ചേട്ടനും എന്നോട് സത്യം ചെയ്യും. സോറി മുക്ത, പാർവതി ഹോസ്റ്റലിൽ ലേറ്റായി വന്നതിന്റെ കാരണം എനിക്കറിയാം. പക്ഷേ എനിക്കതിപ്പോ നിന്നോട് പറയാൻ കഴിയില്ല. ഐ എം സോറി. ആന്റിയോടല്ലാതെ ഞാൻ വേറെ ആരോടും പറയില്ല കൈലാഷ്. മുക്ത, നീ എത്ര നിർബന്ധിച്ചാലും ഞാൻ പറയില്ല. അതിനൊരു കാരണമുണ്ട്. ശരി, ഞാൻ നിർബന്ധിക്കുന്നില്ല. കൈലാഷ് എവിടെയാ പാർവതി താമസിപ്പിച്ചിരിക്കുന്നത്? അതെങ്കിലും ഒന്ന് പറയൂ. പ്രിയന്റെ വീട്ടില്. എന്റെ മമ്മിയെ പോലെ തന്നെയാ പ്രിയന്റെ അമ്മയും. അവരുടെ മനസ്സിലും പാർവതിയെക്കുറിച്ച് എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് പ്രിയന്റെ അമ്മ അറിയാതെയാ അവളെവിടെ താമസിപ്പിച്ചിരിക്കുന്നത്. പാർവതി ഏതെങ്കിലും ഹോസ്റ്റലിൽ താമസിപ്പിക്കുന്നതായിരുന്നില്ലേ സേഫ്? കൈലാഷ് ശ്രമിച്ച ഏറ്റവും നല്ല ഹോസ്റ്റലിലും അവളെ താമസിപ്പിക്കാൻ പറ്റുമായിരുന്നല്ലോ. എന്തിനാ പ്രിയന്റെ വീട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നേ? പാർവതിയെ അപായപ്പെടുത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. പ്രിയനെ പോലൊരാള് എപ്പോഴും പാർവതിയുടെ കൂടെ വേണം. ആരാ പാർവതിയെ അപായപ്പെടുത്താൻ ശ്രമിക്കുന്നേ? അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ മുക്തയോട് പറയാൻ എനിക്ക് കഴിയില്ല. വേണ്ട, പ്രശ്നങ്ങളെല്ലാം പെട്ടെന്ന് സോൾവ് ആവട്ടെ. ഇതല്ലാതെ മറ്റെന്താ ഞാൻ നിന്നോട് പറയേണ്ടത്? പാർവതി പ്രിയന്റെ വീട്ടിലാണല്ലേ താമസം? കൈലാഷ്, പാർവതിയെ നിന്നിൽ നിന്ന് എന്നേക്കുമായി അകറ്റാൻ എനിക്ക് ഇത് മതി. എനിക്ക് വീണ് കിട്ടിയ ട്രംപ് കാർഡാണിത്. നേരം വരുമ്പോ ഞാൻ ഈ ട്രംപ് കാർഡ് ഇറക്കും. വിശന്നിട്ട് വയറ് കത്തുകയാണല്ലോ. ഒരു നേരം കഴിക്കാതിരുന്ന ഇങ്ങനെ വിശക്കൂ. ജംഗ്ഷനിലെ തട്ടുകട ഇപ്പൊ ക്ലോസ് ആയിട്ടുണ്ടാവൂ. ഡോറ് തുറക്കുന്ന ശബ്ദം കേട്ട അമ്മ ഉണരും. ഈ സമയത്ത് എന്തിനാ പുറത്തു പോകുന്നെന്ന് ചോദിച്ചാ ഞാൻ എന്താ ഇപ്പൊ പറയുക? എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ട് പോയാൽ തന്നെ ദർശനയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നിയാ അവൾ ഇവിടെ വന്ന് പരിശോധന നടത്തും. ഉറങ്ങുന്ന പാറുവിനെ കാണുകയും ചെയ്യും. അതോടെ എന്റെ കാര്യം കട്ടപ്പുക. മോനെ പ്രിയ, ഒരു നേരമൊക്കെ പട്ടിണി കിടക്കാൻ നിനക്ക് പറ്റും. റിലാക്സ്, റിലാക്സ്. പക്ഷെ വയറ് സമ്മതിക്കുന്നില്ലല്ലോ. ഈശ്വരാ, ഇനി പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു.
സാധനവും ബാക്കിയില്ല.